നമസ്തേ, ഞാൻ മായ ജയമോഹൻ. 2026 മെയ് മാസം 16-ാം തീയതിയാണ് ശനി ജയന്തി. സൂര്യദേവന്റെയും ഛായാദേവിയുടെയും പുത്രനാണ് ശനി. ശനീശ്വരൻ ജനിച്ച ദിവസമാണ് ശനി ജയന്തി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് വൈശാഖ മാസത്തിലാണ് ശനി ജയന്തി ആഘോഷിക്കുന്നത്. സാധാരണഗതിയിൽ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി ശനി ജയന്തി ആഘോഷിക്കാറുണ്ട്. പക്ഷേ 13 വർഷത്തിന് ശേഷം വൈശാഖ മാസത്തിൽ ശനിയാഴ്ചയും അമാവാസി തിഥിയും കൂടി ഒരുമിച്ച് വരുന്ന ദിവസം, ഈ ദിവസമാണ് ശനീശ്വരൻ ജനിച്ചതായിട്ട് പുരാണങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ശനി ജയന്തിക്ക് ഭയങ്കര പ്രത്യേകതയാണ്. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു അമാവാസിയാണ് ഈ മെയ് മാസം 16-ാം തീയതിയിലെ അമാവാസി. മെയ് മാസം 16-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 5:11 അമാവാസി തിഥി ആരംഭിക്കും. 17-ാം തീയതി രാത്രി 1:30 AM ഈ ശനി അമാവാസി തിഥി അവസാനിക്കുകയും ചെയ്യും. ഈ സമയമാണ് അപ്പോൾ അത് മോസ്റ്റ് പവർഫുൾ ആണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏഴരാണ്ടൻ, കണ്ടകൻ, അഷ്ടമൻ ഇങ്ങനെയുള്ള ശനിദശകൾ, ശനിയുടെ ദോഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ശനിദോഷ പരിഹാരാർത്ഥം അന്ന് ശനിയെ പ്രാർത്ഥിക്കാം. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് വേണ്ടിയിട്ട് പ്രത്യേക പൂജകൾ, അതുപോലെ തന്നെ എള്ളെണ്ണ, ശാസ്താവിന് നവഗ്രഹ പ്രതിഷ്ഠ അടുത്തില്ലെന്നുണ്ടെങ്കിൽ ശാസ്താവിന് എള്ളെണ്ണ അഭിഷേകം, കറുത്ത എള്ള് സമർപ്പണം, കറുത്ത പട്ട്, ഇത്രയും നവഗ്രഹങ്ങളിൽ ശനിക്കും നൽകേണ്ടതാണ്. അങ്ങനെ ചെയ്ത് 10,008 സംഖ്യ ശനീശ്വര ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ശനീശ്വര മന്ത്രം ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ശനിയുടേതായിട്ടുള്ള കാഠിന്യം, നല്ലതായിട്ടുള്ള മാറ്റം ഉണ്ടാകും. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 13 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അതായത് അമാവാസി തിഥിയും ശനിയാഴ്ചയും കൂടി ഒരുമിച്ച് വന്നിരിക്കുന്നത് ഭയങ്കര പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. അതുപോലെ മറ്റൊരു പ്രത്യേകത, 50 വർഷത്തിന് ശേഷം കേദാര യോഗം ഉണ്ടാകുന്ന ഒരു സമയവുമാണിത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. അപ്പോൾ ശനിയാഴ്ചയും അമാവാസിയും കൂടി ചേർന്ന് വരുന്ന ഈ സമയത്ത് ഈ പ്രാർത്ഥന, ആ ദിവസം ശനീശ്വരനെ, ഭഗവാനെ പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്ത് ശനിദോഷം മാറും, ജീവിതത്തിൽ സ്ഥിരത, ശനിദോഷമില്ലെങ്കിലും ശനിയുടെ അപഹാരകാലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ സ്ഥിരത, ശനിദോഷത്തിന് ശമനമുണ്ടാകും, കഷ്ടപ്പാടുകൾക്കെല്ലാം പരിഹാരമുണ്ടാകുന്ന ഒരു ദിവസമാണ്. ഒരു വളരെ അപൂർവമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ദിവസമാണിന്ന്. അപ്പോൾ ഞാൻ കേദാര യോഗം എന്ന് പറഞ്ഞു. കേദാർ യോഗം എന്ന് വെച്ചാൽ അത് 50 വർഷത്തിന് ശേഷമാണ് കേദാർ യോഗം ഉണ്ടാകുന്നത്. നവഗ്രഹങ്ങളിൽ, അതായത് നവഗ്രഹങ്ങളിൽ നമ്മൾ നവഗ്രഹം എന്ന് പറയാൻ പറ്റുന്നില്ല, 7 ഗ്രഹങ്ങൾ, അതായത് രാഹുവും കേതുവും ഗ്രഹങ്ങളല്ലെന്നറിയാമല്ലോ, അവർ ഷാഡോ പ്ലാനറ്റ്സ് ആണ്, നിഴൽ ഗ്രഹങ്ങളാണ്. മറ്റുള്ളവരെല്ലാം സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശനി, ശുക്രൻ, ഇത്രയും ആൾക്കാർ വന്ന് 4 രാശികളിൽ നിൽക്കുന്ന സമയം, 4 രാശികളിലായിട്ട് ഇവരെല്ലാവരും നിൽക്കും. മറ്റുള്ള രാശികൾ അവർ ഉണ്ടാവത്തില്ല. ഇങ്ങനെ 4 രാശികളിലായിട്ട് ഇവർ ഒതുങ്ങി നിൽക്കുന്ന ഈ ഒരു സമയമാണ് കേദാർ യോഗം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ആ ഒരു 16-ാം തീയതി ആ സമയത്തെ ഗ്രഹസ്ഥിതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീനൻ രാശിയിൽ ശനി നിപ്പുണ്ട്, മേടൻ രാശിയിൽ ചൊവ്വയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഈ ദിവസം ചന്ദ്രനും മേടൻ രാശിയിലാണ്, ഇടവൻ രാശിക്കകത്ത് സൂര്യനും ബുധനും ഉണ്ടാകും. അതുപോലെ തന്നെ വ്യാഴവും ശുക്രനും കൂടി മിഥുനം രാശിയിലും ഇരിക്കുകയാണ്. അങ്ങനെ മീനം, മേടം, ഇടവം, മിഥുനം ഈ 4 രാശികളിലായിട്ട് ഈ 7 ഗ്രഹങ്ങളും ഇരിക്കുന്നു. അങ്ങനെ ഇരുന്ന് വരുന്ന യോഗമാണ്. ജാതകത്തിലാണെങ്കിലും ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ജാതകം എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും 4 രാശികളിലായിട്ട് ഈ 7 ഗ്രഹങ്ങളും ഇരിക്കുകയാണെങ്കിൽ കേദാര യോഗമുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ കേദാര യോഗത്തിൻ്റെ ഫലം ഉള്ള ഒരു ദിവസമാണിന്ന്. അപ്പോൾ ഈ കേദാര യോഗത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്, കേദാര യോഗം ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത, സമ്പത്ത്, കൃഷിയിൽ നിന്നുള്ള ആദായം, സമ്പത്ത് ധാരാളമായി വന്നുകൂടും. ജാതകപരമായിട്ടുണ്ടെങ്കിലും അവർക്ക് ആകർഷണീയമായ വ്യക്തിത്വം ഉണ്ടാകും. അതായത് സത്യസന്ധതയും കഠിനാധ്വാനവും കൊണ്ട് സമൂഹത്തിലെ 10 പേര് നമ്മളെ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട്, നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള നമ്മുടെ ഒരു വർക്കിൽ ഫേമസ് ആയി വരാനൊക്കെ ഉള്ള യോഗമാണ് കേദാര യോഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേദാര യോഗമുള്ള ആൾക്കാർക്ക് മനസ്വസ്ഥത ഉണ്ടായിരിക്കും. അതായത് എന്ത് പ്രതിസന്ധി ഉണ്ടായിരുന്നാലും അതിനെ നന്നായിട്ട് ഫേസ് ചെയ്ത് പോകാൻ, ഒരു ടെൻഷൻ അടിച്ച് എവിടെയെങ്കിലും ഡിപ്രഷനോ ആദിയായവയോ ഒന്നും ഉണ്ടാവാതെ അതിനെയെല്ലാം ധൈര്യപൂർവ്വം നമ്മൾ ഓവർകം ചെയ്ത് പോകുന്ന ഒരു കഴിവാണ് ആ കേദാര യോഗത്തിൻ്റെ പ്രത്യേകത എന്ന്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ വരുന്ന മെയ് 16
വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു അമാവാസിയാണത്. ഇതിനെ ശനൈശ്വര അമാവാസി എന്നാണ് പറയുന്നത്. നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഈ ശനി അമാവാസി യോഗം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഭഗവാനെ പ്രാർത്ഥിക്കുക, അതായത് ശനീശ്വരനെയോ ശാസ്താവിനെയോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെയോ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ കാലഭൈരവനെ പ്രാർത്ഥിക്കാം. കാരണം അന്ന് കാലഭൈരവനെ ജപിക്കുന്നത് നല്ലതായിരിക്കും. ശിവഭഗവാനെ, കാലഭൈരവൻ എന്ന് പറയുന്നത് ശിവന്റെ പ്രചണ്ഡ രൂപമാണ്. അപ്പോൾ അത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കാരണം കാലഭൈരവനാണ് ശനീശ്വരൻ്റെ ഗുരുനാഥൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കാലഭൈരവനെ പ്രാർത്ഥിക്കാം. ഈ ഒരു ദിവസം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ്. രാവിലെ മുതൽ, അതായത് രാവിലെ 5:11 മുതൽ രാത്രി 1:30 വരെയുള്ള സമയവും പവർഫുൾ ആയിരിക്കും. സമയത്ത് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ശനിയുടേതായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും മാറി ജീവിത ഐശ്വര്യവും സ്വസ്ഥതയും ആരോഗ്യപരമായിട്ടും നേട്ടങ്ങളുണ്ടാകും. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരാക്കുറവുണ്ടെങ്കിൽ പറയുക. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്ത് പോരാക്കുറവുകൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ കുറച്ചുകൂടി ബെസ്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കാം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.